കോവിഡ് സമയത്ത് നമ്മൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടതിന് പുരസ്കാരങ്ങൾ ഇഷ്ടം പോലെ തന്നിരിക്കുന്നത്. അതൊന്നും വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. സമ്മാനങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്ന് എടുത്തു വയ്ക്കാൻ നല്ലൊരു സ്ഥലം പോലും ഈ വീട്ടിലില്ല. 12 വർഷമായി ആശാവർക്കറായുള്ള അലച്ചിൽ തുടങ്ങിയിട്ട് സമ്പാദ്യമെന്ന് പറയാൻ ഒന്നുമില്ല. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ വർക്കിലേക്ക് കയറിയത്. സേവനം ഒരു മനോഭാവത്തിലാണ് കയറിയത്. കയറുമ്പോൾ നമ്മൾക്ക് അത്രയ്ക്ക് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലത്തെ കാര്യങ്ങളും നോക്കായിരുന്നു, നമ്മൾക്ക് പുറമേ ഉള്ള കാര്യങ്ങളും നോക്കായിരുന്നു. അന്ന് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല, വേറെ ജോലിക്കും പോവാം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് അതില്ല. നമ്മൾക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റൂ, ഈ ആശാവർക്കർ പണി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മകനും രോഗിയായ സഹോദരനും രേവതിയല്ലാതെ മറ്റാശ്രയമില്ല. കടം വാങ്ങിയാണ് വീട്ടുചെലവ് പോലും നടക്കുന്നത്. വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മോശം തന്നെയാണ്. എൻ്റെ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ. എൻ്റെ മോന് പോളിടെക്നിക്കിലാണ് പഠിക്കണത്. അപ്പോൾ അതിൻ്റേതായ ചിലവുകളൊക്കെ ഉണ്ട്. പിന്നെ സുഖമില്ലാത്തൊരു ഏട്ടനുണ്ട്, അവരെൻ്റെ കൂടെയാണ്. ഏട്ടന് ഫിക്സിൻ്റെ അസുഖമാണ്. അത് കാരണം ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, പെട്ടെന്ന് വയ്യാതാവും. അപ്പോൾ നമുക്ക് പൊതുവേ എന്താ പറയുക, കിട്ടുന്ന വരുമാനം പോരാ. ഞങ്ങൾ ഈ സമരം ചെയ്തത് ഒരുപാട് വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഉള്ളത് കൊണ്ട് അങ്ങനെ തൃപ്തിപ്പെട്ട് ജീവിച്ചു പോന്നു. പക്ഷെ ഞങ്ങൾക്ക് വർക്കുകൾ കൂടുതലായി തന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സർവേകൾ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു മാസം 7000 രൂപ തരും. അത് വെച്ച് വീട്ടുവാടക അടക്കണം, പലചരക്ക് സാധനങ്ങൾ വാങ്ങണം, മക്കളുടെ പഠിപ്പ് നോക്കണം. കഴിയുമോ? ആർക്കും കഴിയില്ല. അത് മാത്രമേ ഇവരും പറയുന്നുള്ളൂ. ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.